നമസ്കാരം. മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. ഭരണകർത്താക്കളെ ആവശ്യമുള്ളത്ര വാരിയെടുത്ത് ഒന്ന് ഇറങ്ങിപ്പൊയ്ക്കൂടെ? ജനം വെള്ളത്തിൽ കിടന്നിട്ടും ഒരു കുലുക്കവുമില്ലാത്ത ഭരണകൂടം. മുഖ്യമന്ത്രി, മന്ത്രിമാർ, എംപിമാർ, MLA മാർ, മേയർമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങിയവരൊക്കെയാണല്ലോ നമ്മളെയും നമ്മുടെ നാടിനെയും ഭരിച്ചു നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തേനും പാലും നാട്ടിൽ ഒഴുക്കുന്നതിന് പകരം എല്ലായിടത്തേക്കും കക്കൂസ് മാലിന്യവും കനാലിലെ മാലിന്യവും ഒഴുകി എത്തുന്നത് കൊണ്ട് ജനത്തിന് പുറത്തിറങ്ങാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി മഴക്കെടുതിയിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പുറത്തറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. ഓരോ കാലവർഷമെത്തുമ്പോഴും ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ഭരണക്കാർ വിളിച്ചുപോകും. 1 മണിക്കൂർ നീണ്ടുനിന്ന മഴ പെയ്താൽ നഗരങ്ങൾ മാത്രമല്ല പട്ടണങ്ങൾ കഴിയുന്നവർ വരെ മച്ചിൻ്റെ മുകളിൽ കയറിയിരിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ ഭരണക്കാർ പറയുന്നത് കേട്ടാൽ ലോകം മുഴുവൻ ഇതുപോലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്ന് തോന്നിപ്പോകും. കേരളത്തിൽ ആകെയുള്ള 3.5 കോടിയോളം ജനങ്ങളിൽ 2 കോടിയിലധികം താമസിക്കുന്നത് നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ്. നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും സ്ഥിതി 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല. വീടുകളും ഫ്ലാറ്റുകളും ബഹുനില കെട്ടിടങ്ങളും വ്യാപാര സമുച്ചയങ്ങളും കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പുതിയ സംരംഭങ്ങൾ വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ജനസംഖ്യയും കൂടുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ പഠിക്കാതെ ഭരണകർത്താക്കൾ തോന്നും പോലെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക ജനങ്ങൾ മാത്രമാണ്. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരമാണ്. കൊച്ചി വ്യാവസായിക തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് അതുപോലെ തന്നെ ഒരു മഹാനഗരവുമാണ്. ഈ നഗരങ്ങൾക്കൊപ്പം എത്തുന്ന തൃശ്ശൂരും കൊല്ലവുമൊക്കെ വലിയ വികസനത്തിൻ്റെ തണലിലെത്തിയ പ്രദേശങ്ങളാണ്. ഈ പറയുന്ന നഗരങ്ങളും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളും ജനവാസം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടിൽ മുങ്ങുന്ന സ്ഥിതി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതു കാര്യത്തിനും മുൻപന്തിയിലാണെന്നും ഒന്നാമതാണെന്നും വികസനം കുതിച്ചു പായുകയാണ് എന്നുമൊക്കെ ഭരണകർത്താക്കൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒറ്റ മഴയ്ക്ക് വെള്ളക്കെട്ടിലായി ദുരിത ജീവിതത്തിലേക്ക് നഗരവാസികൾ എത്തിച്ചേരുന്നത്. ഭൂമിശാസ്ത്രപരമായി കേരളത്തിന് ചില പ്രത്യേകതകളുണ്ട്. സമുദ്രനിരപ്പിന് ഒപ്പം നിൽക്കുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയുണ്ടാകുമ്പോൾ വെള്ളക്കെട്ട് വരിക സ്വാഭാവികമാണ്. എന്നാൽ ഇതുപോലെ തന്നെ കടലുമായി ചേർന്ന് കിടക്കുന്ന എത്രയോ മഹാനഗരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എടുത്തു പറയാവുന്ന നഗരങ്ങളായ മുംബൈയിലും കൽക്കട്ടയിലും ജനങ്ങൾ ഈ വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമ്മുടെ സമീപ സംസ്ഥാനമായ ചെന്നൈയിൽ പോലും വെള്ളക്കെട്ടുണ്ടായപ്പോൾ അത് പഠിക്കാനും ശാശ്വത പരിഹാരം കണ്ടെത്താനും സർക്കാർ ഇടപെടൽ തന്നെ ഉണ്ടായി. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ ഓരോ വർഷവും കടന്നു വരുന്ന മഴക്കാലങ്ങളിൽ എത്ര ശക്തമായ മഴയുണ്ടായാലും ആ മഴയിൽ ഒഴുകിയെത്തുന്ന വെള്ളം കനാലുകളിലേക്കും കടലുകളിലേക്കും ഒഴുക്കി വിടുന്നതിന് ഫലപ്രദമായ സംവിധാനം ഉണ്ടാക്കുന്നതിന് എന്താണ് തടസ്സം? സർക്കാർ ആയാലും കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഇവിടങ്ങളിൽ ജീവിക്കുന്ന സാമാന്യ ജനത്തിൻ്റെ സ്വൈര ജീവിതം ഉറപ്പുവരുത്താനാണ് ആദ്യം പരിശ്രമിക്കേണ്ടത്. നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാല സീസൺ എപ്പോഴും ദുരിതകാലമായി മാറുകയാണ്. വീടുകളിലേക്ക് ഒഴുകിക്കയറുന്ന വെള്ളം യാതൊരു ശുചിത്വവുമില്ലാത്ത കക്കൂസ് മാലിന്യം അടക്കമുള്ള മലിനജലമാണ് എന്ന കാര്യം ഈ ഭരണകർത്താക്കൾ മറക്കരുത്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വീടിനകത്ത് വെള്ളം കയറി നിറയുമ്പോൾ ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന നഗരവാസികളുടെ കാര്യം വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് 1.5 ലക്ഷം കോടിയുടെ പുതിയ റെയിൽ പദ്ധതി മുന്നോട്ട് വെച്ച സർക്കാർ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന നഗരവാസികളുടെ ദുരിത ജീവിതം പരിഹരിക്കുന്നതിനാണ് ആദ്യ പരിഗണന കൊടുക്കേണ്ടത്. ചീറിപ്പായുന്ന ട്രെയിനുകളേക്കാൾ അത്യാവശ്യം വെള്ളത്തിൽ മുങ്ങാത്ത നഗരത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുക എന്നതാണ്. സ്വന്തം വീട്ടിൽ ഭയമില്ലാതെ രാത്രി ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതി തുടരുകയാണ്. ഏതു സമയത്താണ് പെരുമഴ കടന്നു വരിക എന്ന് ജനത്തിനറിയില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്തു തുടങ്ങിയാൽ ഉറക്കം ഉപേക്ഷിച്ച് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഈ നഗരവാസികൾ എന്ന കാര്യവും എല്ലാ ഭരണകർത്താക്കളും ഓർമ്മിച്ചാൽ നന്നായിരുന്നു. ഇത്രയുമൊക്കെ ദുരിതം അനുഭവിച്ചിട്ടും ഭരണക്കാർക്ക് നേരെ കൈ ഓങ്ങാത്തത് കേരളീയരുടെ ക്ഷമ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് ഭരണകൂടം നയിക്കുന്നവർ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇനിയും ഇതിനൊന്നും പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ
അഥവാ നിങ്ങൾ നിസ്സഹായരാണ് എന്നാണ് മറുപടിയെങ്കിൽ ദയവായി ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ കയ്യിൽ കിട്ടിയ അധികാര സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുക. നമുക്ക് പഴയ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരോ കൊച്ചി മഹാരാജാക്കന്മാരോ ഭരണത്തിനായി ആശ്രയിക്കാം. അല്പമൊക്കെ അധികാരത്തിൻ്റെ ഹുങ്കുണ്ടായാലും എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനെങ്കിലും പഴയ രാജാക്കന്മാർക്ക് കഴിയുമല്ലോ. നന്ദി.